ഞാൻ അപ്ലോഡ് ചെയ്ത ലാസ്റ്റ് വീഡിയോ ഈ സൈഡിൽ കാണുന്ന ഈ വീഡിയോ, അതായത് ഇനി മുതൽ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ യൂട്യൂബിൻ്റെ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം എന്ന് പറയുന്ന ഈ വീഡിയോ കണ്ടിട്ട് പലരും കൺഫ്യൂസ് ആയിട്ടുണ്ട്. പലരുടെയും കമൻസ് കണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, പലരും ഇതിനെ തെറ്റായ രീതിയിലാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ എനിക്കും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം ഇതിനെ കുറച്ചുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്തത് ഒരു വെക്കേഷനിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അവിടെ വീഡിയോ ചെയ്യാൻ ചെറിയ പരിമിതികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഞാൻ വിട്ടുപോയി. അതുമാത്രമല്ല, മറ്റു പലരുടെയും ഈ സെയിം വീഡിയോ കണ്ടിട്ട് കൺഫ്യൂസായി പലരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഇതിനെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റണം. അതിനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനു മുമ്പായി ഏറ്റവും ആദ്യം നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ട് നിങ്ങൾ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം വെരി സോറി ഫോർ ദാറ്റ്. കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതായത് യൂട്യൂബിൽ ഈ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം വന്ന സമയത്ത് ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയ ചാനൽ ആയിരിക്കണം. അത് ഹാഫ് മോണിറ്റൈസേഷനും ആകാം, ഫുൾ മോണിറ്റൈസേഷനും ആകാം. പക്ഷേ അതിനോടൊപ്പം നമ്മുടെ ചാനലിൽ മിനിമം 10,000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഉണ്ടെങ്കിൽ ഈ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം നമുക്ക് ഓൺ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അതിനോടൊപ്പം മറ്റ് ചില കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ചാനൽ മെയ്ഡ് ഫോർ കിഡ്സ് ചാനലാകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒരു മ്യൂസിക് ചാനലാകാൻ പാടില്ല. നമ്മുടെ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് പോലും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ചില കണ്ടീഷൻ കൂടിയുണ്ട്. അതുമാത്രമല്ല, ഇതൊന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ നോർമലായിട്ടുള്ളൊരു ചാനലാണ്. പക്ഷേ ഇടയ്ക്ക് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുകയാണ്, പക്ഷേ ആ വീഡിയോയിൽ നമ്മൾ മ്യൂസിക്കാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നോർമലായിട്ടുള്ളൊരു ചാനൽ, പക്ഷേ നമ്മൾ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്യുന്നു, അത് നമ്മൾ മെയ്ഡ് ഫോർ കിഡ്സ് ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ആ വീഡിയോയിലും നമുക്ക് ഈ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതിനുള്ളിലുണ്ട്. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇപ്പോഴും ബാധകമാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തും വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുകയും ചെയ്യുക. അതിനുശേഷം യൂട്യൂബിൽ പിന്നീട് ഷോപ്പിംഗ് അഫിലിയേറ്റിൽ പൈലറ്റ് പ്രോഗ്രാം വന്നു. ഇത് പലരും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമല്ല, സൈലൻ്റ്ലി വന്ന ഒരു സംഭവമാണ്. ഇത് ഞാൻ യൂട്യൂബോട് സംസാരിച്ച് മനസ്സിലാക്കിയതാണ്. കാരണം അതിനുശേഷം യൂട്യൂബിൽ ഈ 10,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഈ ഒരു സംഭവത്തെ യൂട്യൂബ് റിലാക്സ് ചെയ്ത് കൊടുത്തു. അതായത് 8,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കും 6,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കും 2,000 3,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് പോലും ഈ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് ഓൺ ചെയ്ത് കൊടുത്തിരുന്നു. ഇതിനെക്കുറിച്ച് അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒന്നും യൂട്യൂബ് നടത്തിയിട്ടില്ല. സൈലൻ്റിൽ യൂട്യൂബ് ഇത് ഓൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെയും യൂട്യൂബ് ഒരു ബേസ് ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് മിനിമം ഇത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ നിങ്ങൾക്ക് ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം ഓൺ ചെയ്യാം എന്ന് പറയുന്ന ഒരു ബേസ് ലൈൻ യൂട്യൂബ് അനൗൺസ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. ഇവിടെയാണ് യൂട്യൂബ് ഇപ്പോൾ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇതിനൊരു ബേസ് ലൈൻ യൂട്യൂബ് ഫിക്സ് ചെയ്ത് തന്നത്. അതായത് ഇനി മുതൽ നമുക്ക് വെറും 500 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ മാത്രം മതി നമുക്ക് ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം ഓൺ ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ മതി, മോണിറ്റൈസ് ആകണ്ട എന്നുള്ളതല്ല. ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. ഇതിനെ ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമുക്ക് ഈ മിനിമം മോണിറ്റൈസ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ എങ്കിലും ആകണമെങ്കിൽ നമുക്ക് മിനിമം 500 സബ്സ്ക്രൈബേഴ്സ് വേണം. അതിനോടൊപ്പം ഒന്നുകിൽ നമുക്ക് 3,000 വാച്ച് അവേഴ്സ് വേണം, അതല്ലെങ്കിൽ 3 മില്യൺ ഷോർട്സ് വ്യൂസ് നമുക്ക് വേണം. അപ്പോഴാണ് നമ്മൾ ഹാഫ് മോണിറ്റൈസേഷൻ ആകുന്നത്. പക്ഷേ ഇതിനു മുമ്പ് നമുക്ക് ഈ ഹാഫ് മോണിറ്റൈസേഷൻ ആയാലും ശരി, നമുക്ക് ഈ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം ഓൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആദ്യത്തെ റൂൾ അനുസരിച്ച് മിനിമം 10,000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും വേണമായിരുന്നു. അതല്ലെങ്കിൽ പിന്നീട് 8,000 5,000 അല്ലെങ്കിൽ 2,000 3,000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും വേണമായിരുന്നു. പക്ഷേ ഇനി മുതൽ നമുക്ക് വെറും 500 സബ്സ്ക്രൈബേഴ്സ് മാത്രം കിട്ടി ബാക്കി എലിജിബിലിറ്റി ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ മോണിറ്റൈസ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ 10,000 8,000 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഈ വെറും 500 സബ്സ്ക്രൈബേഴ്സ് മാത്രം വെച്ച് തന്നെ നമുക്ക് ഈ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം ഓൺ ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റെല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇനിയും ബാധകമായിരിക്കും. അതിൽ ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് നിങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടി കറക്റ്റായി മനസ്സിലാക്കുക. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 10,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മറന്നു കളഞ്ഞേക്കുക. ഇനി മുതൽ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി. പക്ഷേ നമ്മുടെ ചാനൽ മിനിമം മോണിറ്റൈസേഷൻ എങ്കിലും ആയിരിക്കണം. അതായത് 500 സബ്സ്ക്രൈബേഴ്സ് വെച്ച് ഹാഫ് മോണിറ്റൈസേഷൻ എങ്കിലും ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി എനിക്ക് കൊണ്ടുവരണമായിരുന്നു. ആരെങ്കിലും തെറ്റായ രീതിയിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ എനിക്ക് മാറ്റണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.